വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കറിയാം എൻ്റെ വീഡിയോ നോക്കുന്ന കുറേ ആൾക്കാർ ഇപ്പം നിങ്ങളുടെ വീഡിയോ അല്ല ഞങ്ങൾക്ക് വേണ്ടത് ആ ഡയറിയിലുള്ള കാര്യങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷനാണ്. ലല്ലുവിൻ്റെ അവിഹിതം പൊക്കി ഇപ്പോൾ സ്വന്തം അവിഹിതം പുറത്തായപ്പോൾ എക്സ്പ്ലനേഷൻ ഇല്ല, ഒന്നുമില്ല. ഇന്നൊരു കൂട്ടം വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താ, അവൾ പറയുന്നത് എന്താ, എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം. ആൾക്കാരുണ്ട്. സോ ബേസിക്കലി ഇതെല്ലാവർക്കും ഉള്ള വീഡിയോ ആണ്. അപ്പം ഇത്ര നാൾ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് പേഴ്സൺ സെബിൽ എന്ന് പറയുന്ന ആൾ ഒരു 6-7 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തം കള്ളങ്ങൾ പൊളിച്ചെടുക്കണമെങ്കിൽ ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോയുടെ ലെങ്ത് ഒരു 5-6 hours വരും. അപ്പം 5-6 hours എന്തോന്ന് ഇത്, സിനിമയോ? സിനിമ പോലെ 2-3 മണിക്കൂറല്ലേ ഉള്ളൂ. നമുക്കൊരു സീരിയസ് ആയിട്ട് ഇറക്കാം. അതാകുമ്പം ഓരോ സീരിയസ് വെച്ചിട്ട് നമുക്ക് അതിനും കാശ് കിട്ടും. എങ്ങനെ ഇരിക്കുന്ന ഐഡിയ? ഒരു 10 സീരീസ് ഇറക്കാം. നല്ല ഐഡിയ അല്ലേ? ഈ 5-6 മണിക്കൂറുള്ളത് കട്ട് ചെയ്ത് ഒരു 10 സീരീസ് ആക്കുക. എനിക്ക് ഇടുന്നത് ആൻഡ് കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂ, ഇന്നലെ വരെ കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂയുടെ ഭാഗം വെച്ചിട്ട് ഞാൻ ഈ ക്ലോഷർ ചെയ്യുന്നതായിരിക്കും. ക്ലോഷർ കിട്ടുന്നവരെ ഓരോ പാർട്ട് ഇറക്കുക. നല്ല ഐഡിയ. ഒന്നുമില്ലെങ്കിലും മാസം ലല്ലോന് വെച്ചിട്ട് 2-3 ലക്ഷം രൂപ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ലേ. ഇനിയിപ്പം ക്ലോഷർ വരുന്ന സമയത്ത് ആ പൈസ എങ്ങാണ്ട് കിട്ടാണ്ടായാലോ. അപ്പം നമുക്കൊരു 10 പാർട്ട് ഇറക്കാം. അടിപൊളി ഐഡിയ. ഒരു ഡയറിയുടെ ആയാലും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ, പിന്നെ എന്തൊക്കെ ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ വന്നേക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരം തരാൻ പോവുകയാണ്. ആരും പേടിക്കേണ്ട, ഒരു കാര്യം ഞാൻ മുക്കാൻ പോകുന്നില്ല. ഡോണ്ട് വറി. അപ്പം ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ മുക്കി ചെയ്തതാണ്. കൊള്ളാം. ഇത്ര നാളും വീഡിയോ ഇട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഇത്ര നാളും വീഡിയോ ഇട്ടില്ലെന്ന് വെച്ചാൽ ഐ ഡിഡ്ന്റ് ഹാവ് എ ഫോൺ. അതായത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന എൻ്റെ ഫോണിലാണ്. അപ്പോൾ ഇത് നോക്കി സംസാരിക്കാൻ വേറൊരു ഫോൺ വേണം. ഈ ഫോണിലാണ്, അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ഞാൻ എൻ്റെ എവിഡൻസസ് മൊത്തം ഇരിക്കുന്നത്. അപ്പം അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുറേ സമയം വേണ്ടി വന്നു. ഇന്നലെ എടുത്ത ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുറേ സമയം വേണ്ടി വന്നു. എവിഡൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ കുറേ സമയം വേണ്ടി വന്നു. അപ്പോൾ ഇതിനു മുമ്പൊക്കെ തെളിവുകൾ വെച്ചിട്ട് തന്നെ അല്ലേ നിങ്ങൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പം വേറെ ഫോൺ ഉണ്ടായിരുന്നോ? അപ്പം ഇല്ലാത്ത ഫോൺ എന്തിനാണോ ഇപ്പോഴത്തെ ആവശ്യം? ദൈവത്തിനറിയാം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഇത്രയൊക്കെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച, ആകെ 330 ഫയൽസ് എങ്ങാണ്ടുണ്ട്, അതും ഫോട്ടോസും മറ്റതും. അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച എടുത്തെന്നൊക്കെ പറയുമ്പം കൊള്ളാം. വിശ്വസിച്ച് വേറെ സ്ഥലത്താണ് നിന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസുള്ള ആൾക്കാർക്ക് അറിയാം, നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് സേഫ്. ബിക്കോസ് ഒരു കള്ള കേസ് കൊടുക്കുമ്പോൾ എന്ത് കേസും ആയിക്കോട്ടെ, ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ തള്ളി നീക്കി വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ തലയിലോട്ട്. അപ്പം ഐ ഡിഡ്ന്റ് വാണ്ട് ടു ട്രബിൾ മൈ ഫാമിലി. പെരുന്നാൾ പോലും ഞാൻ എൻ്റെ വീട്ടിൽ കൂട്ടിയിട്ടില്ല ഈ വൃത്തിയായിട്ട് ആൾക്കാർ കാരണം. അപ്പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നൊന്നും എനിക്കറിയത്തില്ല. സോ ഐ വാസ് നോട്ട് ഹോം. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് നമുക്ക് ഇപ്പം ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ആ കേസ് കള്ളക്കേസൊന്ന് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ സൈഡിലുള്ളതുകൊണ്ടാണ്. കുഴപ്പമില്ല. ഒരു സൈലൻറ്റ് പ്ലേസിൽ പോയി ഇരുന്ന് എന്തൊക്കെ സ്ക്രിപ്റ്റ് വഴി പറയണം, എന്തൊക്കെ വഴി ചെയ്യണം, ആരോടൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ ആലോചിച്ച് തപ്പി കണ്ടുപിടിച്ച് ഒരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല ഒരാഴ്ച. കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഇയാളെന്തായാലും സ്ക്രിപ്റ്റും കൊണ്ട് വരുവാണല്ലോ. ഇനിയിപ്പം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നും പറഞ്ഞ് ഇറങ്ങുമല്ലോ. അപ്പോൾ അത്രയും സ്ക്രിപ്റ്റ് എഴുതാനുള്ള സമയം ഈ ഒരാഴ്ച കൊണ്ട് കിട്ടിക്കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സെബിൽ എന്ന് പറയുന്ന മൈ എക്സ് ഹസ്ബൻഡ്, ഓ മൈ ഗോഡ്, എക്സ് ഹസ്ബൻഡിൻ്റെ കുറേ ലീലാവിലാസങ്ങൾ എന്താ ചെയ്യുക. അപ്പം എക്സ് ഹസ്ബൻഡ് ഒരു അലവലാതി നാറിയാണ്, ചെറ്റയാണ്, പട്ടയാണെന്നൊക്കെ എനിക്ക് അറിയാം. അവൻ്റെ ലീലാവിലാസമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നിൻ്റെ ലീലാവിലാസത്തിനെ കുറിച്ച് പറ. അതായത് അബോഷൻ്റെ കേസ്, IPL കഴിച്ചതിൻ്റെ കേസ്, മറ്റേ സെക്സിൻ്റെ കേസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ലീലാവിലാസങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് ആ ലീലാവിലാസങ്ങളെക്കുറിച്ച് പറയാതെ വീണ്ടും ലല്ലുവിൻ്റെ പുറകെ പോയി അവൻ്റെ അവിഹിതവും കൊണ്ടുവന്നേക്കുന്നു. വീഡിയോ ഇട്ടിട്ട് ചെയ്യാം. ആൻഡ് ഇത്രയും കാമായിട്ട് എങ്ങനെ ഞാൻ സംസാരിക്കുന്നതെന്ന് ഞാൻ തന്നെ എന്നെ നോക്കി വിചാരിക്കുകയാണ്. ബിക്കോസ് ഇൻ്റർവ്യൂ ഫുള്ളായിട്ട് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് കേൾക്കേണ്ട ഒരു മനോവികാരം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇവൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ റോട്ടി കൂടെ പിടിച്ച് ഒരച്ചോണ്ട് പോകാനുള്ള ദേഷ്യം വന്നു. എനിക്ക് അവൻ്റെ സൗണ്ട് കേൾക്കുന്ന പോലെ ടു ബി ഓണസ്റ്റ് ഇപ്പോൾ ഇഷ്ടമല്ല. അത്രയും വെറുപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം തന്നിട്ട് അങ്ങ് നിർത്തിയിട്ട് പോയാൽ പോരെ? എന്തിനാണ് ഇവൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വെച്ച് റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നേ? ഞങ്ങൾ എന്താണോ ചോദിച്ചത് ആ ചോദ്യത്തിനുള്ള ഉത്തരം തരിക, നിർത്തുക, പോവുക. അത് ചെയ്യത്തില്ലല്ലോ. കാരണം
അവൻ്റെ സൗണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുമ്പം പിന്നെ യൂട്യൂബ് കുറച്ച് ഡോളറൊക്കെ തരുമല്ലോ. അപ്പോൾ ആ ഡോളറിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ചെയ്യാതിരിക്കാൻ തോന്നത്തില്ല. എന്താ ചെയ്യാനാ, എങ്ങനെയാണേലും കുറച്ച് ഡോളർ ഉണ്ടാക്കണമല്ലോ. അല്ലേ. മാനിപ്പുലേഷൻ എനിക്ക് പറയാനുള്ളൂ. ഇന്റർവ്യൂ ചെയ്ത് ആൾക്കാരൊക്കെ സൈഡിലോട്ട് ആക്കിയത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഹീസ് എ വെരി ഗുഡ് മാനിപ്പുലേറ്റർ. എന്തായാലും ഞാൻ ഈ മാനിപ്പുലേഷനിൽ ഒരു 11 months സഹിച്ചു തന്നിട്ടുണ്ട്. മാനിപ്പുലേറ്റ് ചെയ്ത് എനിക്ക് ഒറിജിനലി ബൈപ്പോളാർ വന്നോന്ന് എനിക്ക് തോന്നി. ബൈപ്പോളാർ അല്ല, മെന്റൽ ആയോന്ന് എനിക്ക് തോന്നിപ്പോയി. ഇവൻ്റെ കൂടെ ജീവിച്ചാൽ ചിലപ്പോൾ മാനസിക രോഗം വരും എന്നുള്ളതുകൊണ്ട് ഭാഗ്യത്തിനെന്തോ ഞാൻ ഓടി രക്ഷപ്പെട്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. അവൻ നിന്നെ ചെയ്തതിനേക്കാൾ കൂടുതലാണ് ഇപ്പം നിന്നെ വിശ്വസിച്ച് നിന്റെ വീഡിയോ കണ്ട് നിനക്ക് വേണ്ടി സംസാരിച്ച ആൾക്കാരോട് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഷ്ടം. നീ കണക്കാൽ അവനെ കണക്കുവാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പാട്ട് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇന്റർവ്യൂ പാട്ട് മാത്രമാണ് 40 minutes. ഞാൻ ഇത് സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഐ തിങ്ക് 1.5 മണിക്കൂർ എന്തോ ആവും. 1.5 മണിക്കൂർ പോയി കിടന്നുറങ്ങാം. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്തോന്ന് പറയാൻ ഇതിനൊക്കെ 1.5 മണിക്കൂർ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അല്ലാ, അറിയാൻ ആകാംക്ഷയുള്ളവർ മാത്രം കാണുക. അറിഞ്ഞിട്ട്, അതായത് ഞാൻ ഫൈനൽ പാർട്ട് ഇട്ട് എൻഡ് ചെയ്തിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഫൈനൽ പാർട്ട് ഇട്ട് ജഡ്ജ് ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളൂ. 2 ഭാഗം കേട്ട് എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ ചോദ്യത്തെ ഇത് ഉത്തരം കിട്ടിയിട്ടില്ല. ബാക്കിയൊക്കെ വേള എന്ന് പറയുന്ന സമയമുണ്ട്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പം ഈ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ട്? ഇപ്പം ഞാൻ ഈ സംസാരിച്ച് തുടങ്ങിയിട്ട് 6 മിനിറ്റായി. 6 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതുവരെയായിട്ട് എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മനസ്സ് മാറുന്ന ആൾക്കാരുണ്ട്. മനസ്സ് മാറിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് അറ്റ് ദ എൻഡ് ഞാനല്ലേ എൻ്റെ കാര്യം നോക്കുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്നവർ, ഈ കമൻറ്റ് ഇടുന്നവരെ ഒന്നും എന്നെ ബാധിക്കുന്ന ആൾക്കാരല്ല. ഇറ്റ്സ് നോട്ട് മൈ ഫാമിലി ഈവൻ. എൻ്റെ വീട്ടുകാരോ എൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന ആൾക്കാരോ എൻ്റെ ക്ലോസ് ആയിട്ടുള്ളവർ ഇവരാരുമല്ല. അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫോൺ സ്ക്രീനിൽ കാണുന്ന ഒരു ഇതേ എനിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കും എല്ലാവരുടെ കമൻറ്റ് ബോക്സിലും പോയിട്ട് കമൻ്റ് ഇടുന്നതും ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ നിൽക്കുന്നതും. കൊള്ളാം, ഒട്ടും ബാധിക്കുന്നില്ല. ഇവറിന് തല്ല് കിട്ടിയത് സെബിന് കാരണമാണെന്നാണ് ഇപ്പൊ ആളുകൾ പറയുന്നത്. സത്യമുണ്ടോ? അതായത് ഇവ എന്റെ കൂടെ നടക്കണ ഒരാളാണ്. ഞങ്ങൾ എന്തായാലും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഒക്കെ കുറെ കാലമായിട്ട്. കുറെ നാളായിട്ട് നിങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ കുറെ നാളായിട്ട് ഒരുമിച്ച് താമസിക്കൂ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും നിൽക്കാൻ സ്ഥലമുണ്ട്. പിന്നെ എന്തിനാണ് മോന്റെ ഡ്രസ്സും ഷഡ്ഡിയും കാര്യങ്ങളൊക്കെ സഫയുടെ അവിടെ വന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ബാഗ് ഒക്കെ എടുത്ത് സഫയുടെ ഫ്ലാറ്റിൽ വെക്കുന്നു? അതെനിക്ക് മനസ്സിലാവുന്നില്ല. നാജിക്ക് സ്ഥലമുണ്ട്, മുഹമ്മദ് സെബിലിന് സ്ഥലമുണ്ട്. സോ വൈ? കാരണം സഫ പറയുന്നത് നമുക്ക് കേൾക്കാവേ. ഓൾറെഡി ബാഗ് വണ്ടിയിൽ വെക്കാൻ പറ്റത്തില്ല. CNG വണ്ടിയാണ്, ഡിക്കി സ്പേസ് ഒന്നുമില്ല. അപ്പൊ ആ സമയത്ത് അവൻ എന്റെ അടുത്ത് പറഞ്ഞു ബാഗ് ഇവിടെ വെച്ചോട്ടേന്ന്. പക്ഷെ ഇന്ന ആളുടെ ലല്ലുവിന്റെ ബാഗ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ലല്ലുവിന്റെ ബാഗ് ഇവന്റെ ബനിയനും ഷഡ്ഡിയും ഒക്കെ കിട്ടിയ കാര്യമല്ല ഇവിടെ ചോദിച്ചേക്കുന്നത്. ഈ ഒരു പണ്ടാരം കേട്ട് മനുഷ്യന്റെ ഭ്രാന്ത. ഇവൾ ഏത് വീഡിയോ എടുത്താലും ഈ ഒരു ചോദ്യം ഉത്തരം. അവർ തമ്മിൽ അവിഹിതമാണ്, സമ്മതിച്ചോ? നിനക്ക് സമാധാനമാവട്ടെ. നീ ഞങ്ങളെ ചോദിച്ചതിനുള്ള ഉത്തരം പറ. ഇതെന്തൊരു കഷ്ടമാണേ. ഒരുമാതിരി വീടിനടുത്തുനിന്ന് അങ്ങോട്ട് വരില്ല, അവിടുന്ന് ഇങ്ങോട്ട് വരില്ല, ഇവിടുന്ന് അങ്ങോട്ട് വരില്ല, വീണ്ടും ഇങ്ങോട്ട് വരില്ല. എന്താണ് ഇത്, ഉരുണ്ട് കളിയോ? സത്യം പറയാ ഇപ്പൊ രാത്രി ഇപ്പൊ അവന് നീ റൂമിലാക്കി കൊടുത്തു സഫയുടെ. എന്തിനു ഡ്രോപ്പ് ചെയ്തു സഫയുടെ റൂമില്? സത്യം പറഞ്ഞാൽ മതി. നീ പുറത്തേക്കായിരുന്നു. ഇപ്പൊ രാത്രി എന്തെങ്കിലും പുറത്താക്കി? ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു, ഡ്രോപ്പ് ചെയ്തു. അപ്പം ഡ്രോപ്പ് ചെയ്ത് പുറത്ത് വണ്ടിയുടെ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കുന്ന ദാറ്റ് ഈസ് കള്ളവെടി ബ്രോ. കൂട്ടുകാരനകത്ത് പോയി പ്ലക്കാൻ പോകുമ്പോൾ പുറത്ത് കൂട്ടിരിക്കുന്നതിനാണ് നമ്മൾ കള്ളവെടി എന്ന് പറയുന്നത്. അതതിൽ നിന്ന് മനസ്സിലായത്. ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ പിന്നെ നീ IPL കഴിച്ചത് പിന്നെ മാങ്ങാണ്ടി പുഴുങ്ങിയിട്ടാണല്ലോ അല്ലേ? ഇവിടെ മനുഷ്യരുടെ കൺട്രോൾ പോകത്തില്ലേ? പിന്നെ ഇത് കേട്ട് മടുത്തടേ. ഈ ഒരു വീഡിയോ, ഈ ഒരു വോയിസ്, ഈ ഒരു നാജി, ഇത് തന്നെയാണ് കേൾക്കുന്നത്. പിന്നെ എങ്ങനെ ചോദിക്കാതിരിക്കുക? എല്ലാ വീഡിയോയിലും ഉണ്ടാവും ഈ ഒരു പുല്ല്. രാത്രി 2 മണിക്ക് ലൈവ് ഇടുന്നത്. അതിന്റെ ഇടയിൽ കോള് വരുന്നു. ചങ്ങായിക്ക് ലൈവ് ഇടാൻ പോലും സ്വൈര്യം കിട്ടുന്നില്ല, സംസാരിക്കാൻ താല്പര്യമില്ല. എന്നിട്ട് റമദാൻ മാസത്തിലാണല്ലോ കുട്ട ഇന്റർവ്യൂ കൊടുത്തേക്കുന്നത്. ഇന്റർവ്യൂവും കാര്യങ്ങളും ബാക്കി കുറെ കമ്പിച്ചാറ്റും കാര്യങ്ങളും ഒക്കെ റമദാൻ മാസത്തിലാണ് നടന്നിരിക്കുന്നത്. ഡബിൾ ഡാഡി സിൻഡ്രം ബ്രോ, അതാണ് ഇതിന്റെ പേര്. 2 തന്തയുടെ സ്വഭാവം. റമദാൻ മാസത്തില് പച്ചിറച്ചി തിന്നൂല എന്ന് പറഞ്ഞ ആള് എന്നെ ഇട്ട് പച്ചിറച്ചി തിന്ന് പച്ചിറച്ചിയുടെ ഇതും വലിച്ചു കീറിയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത്. ഇതേ റമദാൻ മാസത്തിലല്ലേ നീ പോയി IPL കഴിച്ചത്? നീ മറ്റവനോ ആയിട്ട് ഇപ്പം നീ പറഞ്ഞ പ്ലക്ക് പിന്നെ IPL കഴിച്ചത്
അത് കഴിഞ്ഞ് ജോയിൻറ്റും മറ്റേ ജവാനും കഴിച്ചത് ഇതൊക്കെ ഇതേ റംസാൻ മാസത്തിൽ തന്നെയല്ലേ, അല്ലാണ്ട് ഡേറ്റ് ഒന്നും മാറിയിട്ടില്ലല്ലേ. ഒന്ന് ആലോചിക്കണ്ടേ നമ്മൾ ഒരാളെ പറയുമ്പോൾ എന്താണ് നമ്മുടെ ഭാഗത്തുള്ള ന്യായം കൂടെ. ലുന ഇതുപോലെ എന്താ പറയാ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുന്നത് എന്തിനാ? ഇവിടെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾക്ക് 89.something സബ്സ്ക്രൈബേഴ്സ് ആണ്. ഞാൻ അന്ന് റിലേഷനിലായ ടൈമില് ഇവിടെ എന്നെ പക്ക ലോക്കാക്കിയ വേറെ കാര്യം. ഞാൻ ലോക്കാക്കിയെന്നോ പരമ ചെറ്റട കവാലക്കുറ്റി അടിച്ച് പൊട്ടിക്കലായിരുന്നു. ഒന്നുകൂടെ കേൾക്കട്ടെ, ഒരു മിനിറ്റ്. ഇവിടെ കല്യാണം കഴിക്കുമ്പോൾക്ക് 89.something സബ്സ്ക്രൈബേഴ്സ്. കല്യാണം കഴിക്കുമ്പോൾ 89.something സബ്സ്ക്രൈബേഴ്സ്. ഞാനിവിടെ എൻ്റെ യൂട്യൂബിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ്, അതായത് ഇവനെ നിക്കാഹ് കഴിക്കുന്ന February 16, 2025 വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആ ടൈമിൽ 28K എന്തോ ഉള്ളൂ. 28K ഉള്ളൂ, 89 അല്ല കൂട്ടാ. അങ്ങനെ നീ കണക്ക് കൂട്ടല്ലേ. 28K ഉള്ളൂ ഇവനെ നിക്കാഹ് കഴിച്ചിട്ട്. ഇവൻ പോകുന്ന ടൈമിൽ ഉള്ള ഇത് കാണിച്ചു തരാം. സെപ്റ്റംബർ 12 ഇവൻ പോകുമ്പോഴും 66 ആയിട്ടുള്ളൂ. അപ്പം നീ പറയുന്ന 89 എനിക്ക് അപ്പോഴും ആയിട്ടില്ല. സോ ഇതെൻ്റെ ഡാഷ്ബോർഡാണ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ കൂട്ടാ വേണ്ടത്? എനിക്ക് 89 ഇല്ല. ഓക്കെ, ഈ 26-ന്ന് 66-ലോട്ട് എത്തണമെങ്കിലും അവനെ വെച്ചിട്ട് തന്നെയല്ല ഉണ്ടായത്. അതിന് ശേഷം നിനക്ക് ഉണ്ടായതൊക്കെ ഇവനെ വിറ്റ് തന്നെയാണ്. അതിന് ശേഷം ഇവിടം വരെ എത്തിയത് അവനെ വിറ്റുകൊണ്ട് തന്നെയാണ്. സബ്സ്ക്രൈബേഴ്സ് കൂടിയത് അങ്ങനെ തന്നെയാണ്. കൂടുതൽ അങ്ങോട്ട് ഈ വീഡിയോ കുറച്ച് നീണ്ട വീഡിയോ, ഒരു 1.5 മണിക്കൂർ എങ്ങാണ്ടുണ്ട്. ഇതിലൊന്നും ഈ ഡയറീനെ കുറിച്ച് ഒരക്ഷരവളം വേണ്ടുന്നില്ല. നമ്മൾ ഡയറിയുടെ കാര്യം ചോദിക്കുന്നു, ഇത് ലല്ലുവിൻ്റെ അഭിഹിതം കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടെ ന്യായീകരിച്ചു. ഇത് ഒരേ വോയിസ് തന്നെയല്ലേ കുറേ നാളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മാറ്റിപ്പിടിച്ചൂടെ? ചോദിച്ചതിൻ്റെ ഉത്തരം മാഹ, ചോദിക്കാതിൻ്റെ ഉത്തരം ഏഹേ. വല്ലാത്ത മെഴുകലായി പോയി എൻ്റെ കർത്താവേ അവസ്ഥ. ശരി എന്നാ.